ഉല്പത്തിപ്പുസ്തകം അദ്ധ്യായം 23. സാറായ്ക്ക് 127 വയസ്സായിരുന്നു. ഇത് സാറായുടെ ആയുഷ്കാലം. സാറാ കനാൻദേശത്ത് ഹെബ്രോൻ എന്ന കിര്യത്ത് അർബയിൽ വെച്ച് മരിച്ചു. അബ്രാഹാം സാറയെക്കുറിച്ചു വിലപിച്ചു കരയുവാൻ വന്നു. പിന്നെ അബ്രാഹാം മരിച്ചവളുടെ അടുക്കൽനിന്ന് എഴുന്നേറ്റ് ഹിത്യരോട് സംസാരിച്ചു. ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും വന്നു പാർക്കുന്നവനുമാകുന്നു. ഞാൻ എന്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കേണ്ടതിന് എനിക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു ശ്മശാനഭൂമി അവകാശമായി തരുവീൻ എന്നു പറഞ്ഞു. ഹിത്യർ അബ്രാഹാമിനോട്, യജമാനനെ കേട്ടാലും അങ്ങ് ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രഭുവാകുന്നു. ഞങ്ങളുടെ ശ്മശാനസ്ഥലങ്ങളിൽ വെച്ചു വിശേഷമായതിൽ മരിച്ചവളെ സംസ്കരിച്ചുകൊള്ളുക. മരിച്ചവളെ അടക്കുവാൻ ഞങ്ങളിൽ ആരും ശ്മശാനസ്ഥലം അങ്ങേക്ക് തരാതിരിക്കയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അബ്രാഹാം എഴുന്നേറ്റ് ആ ദേശക്കാരായ ഹിത്യരെ വന്ദിച്ച് അവരോട് സംസാരിച്ചു. ഞാൻ എന്റെ മരിച്ചവളെ കൊണ്ടുപോയി സംസ്കരിക്കുവാൻ നിങ്ങൾക്ക് സമ്മതമുണ്ടെങ്കിൽ എന്റെ അപേക്ഷ കേട്ട് എനിക്കുവേണ്ടി സോഹരിന്റെ മകനായ എഫ്രോനോട് അദ്ദേഹം തന്റെ നിലത്തിന്റെ അതിർത്തിയിൽ തനിക്കുള്ള മക്പേല എന്ന ഗുഹ എനിക്ക് തരേണ്ടതിന് അപേക്ഷിക്കുവിൻ. നിങ്ങളുടെ ഇടയിൽ ശ്മശാനാവകാശമായിട്ട് അദ്ദേഹം അതിനെ യഥാർത്ഥ വിലയ്ക്ക് എനിക്ക് തരണം എന്ന് പറഞ്ഞു. എന്നാൽ എഫ്രോൻ ഹിത്യരുടെ നടുവിൽ ഇരിക്കുകയായിരുന്നു. ഹിത്യനായ എഫ്രോൻ ഹിത്യരും നഗരവാതിൽക്കൽ കൂടി പ്രവേശിച്ച എല്ലാവരും കേൾക്കെ അബ്രാഹാമിനോട്, അങ്ങനെയല്ല യജമാനനെ, കേൾക്കേണമേ. നിലവും അതിലെ ഗുഹയും ഞാൻ അങ്ങേക്ക് തരുന്നു. എന്റെ ജനത്തെ സാക്ഷിയാക്കി ഞാൻ അത് അങ്ങേക്ക് തരുന്നു. അങ്ങയുടെ മരിച്ചവളെ അടക്കം ചെയ്താലും എന്നുത്തരം പറഞ്ഞു. അപ്പോൾ അബ്രാഹാം ദേശത്തിലെ ജനത്തെ വന്ദിച്ചു. ദേശത്തിലെ ജനം കേൾക്കെ അവൻ എഫ്രോനോട്, അങ്ങ് അത് തരുമെങ്കിൽ ദയചെയ്ത് കേൾക്കണം. നിലത്തിന്റെ വില ഞാൻ അങ്ങേക്ക് തരുന്നത് എന്നോട് വാങ്ങണം. എന്നാൽ ഞാൻ എന്റെ മരിച്ചവളെ അവിടെ അടക്കം ചെയ്യും എന്ന് പറഞ്ഞു. എഫ്രോൻ അബ്രാഹാമിനോട്, യജമാനനെ കേട്ടാലും 400 ശേക്കെൽ വിലയുള്ള ഒരു ഭൂമി അതെനിക്കും അങ്ങേക്കും എന്തുള്ളൂ? അങ്ങയുടെ മരിച്ചവളെ അടക്കം ചെയ്തുകൊള്ളുക എന്നുത്തരം പറഞ്ഞു. അബ്രാഹാം എഫ്രോന്റെ വാക്ക് സമ്മതിച്ചു. ഹിത്യർ കേൾക്കെ എഫ്രോൻ പറഞ്ഞതുപോലെ കച്ചവടക്കാരുടെ ഇടയിൽ നിലവിലുള്ള തൂക്കം അനുസരിച്ച് 400 ശേക്കെൽ വെള്ളി അവന് തൂക്കിക്കൊടുത്തു. ഇങ്ങനെ മമ്രയ്ക്കരികെ എഫ്രോനുള്ള മക്പേല നിലവും അതിലെ ഗുഹയും നിലത്തിന്റെ അതിരിനകത്തുള്ള സകല വൃക്ഷങ്ങളും ഹിത്യരുടെയും നഗരവാതിൽക്കൽ കൂടി കടന്നുപോയ എല്ലാവരുടെയും സമക്ഷത്തിൽ അബ്രാഹാമിന് അവകാശമായി ഉറച്ചുകിട്ടി. അതിന്റെ ശേഷം അബ്രാഹാം തന്റെ ഭാര്യയായ സാറായെ കനാൻ ദേശത്തിലെ ഹെബ്രോൻ എന്ന മമ്രേക്കരികെയുള്ള മക്പേല നിലത്തിലെ ഗുഹയിൽ അടക്കം ചെയ്തു. ഇങ്ങനെ ഹിത്യർ ആ നിലവും അതിലെ ഗുഹയും അബ്രാഹാമിന് ശ്മശാനാവകാശമായി ഉറപ്പിച്ചുകൊടുത്തു.